ബി.ജെ.പി ദേശീയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. 8 ജനറൽ സെക്രട്ടറിമാർ, 16 ദേശീയ സെക്രട്ടറിമാർ, 13 ഉപാധ്യക്ഷന്മാരും അടങ്ങുന്നതാണ് പട്ടിക. കെ സുരേന്ദ്രൻ ദേശീയ സെക്രട്ടറി, സ്മൃതി ഇറാനിയും ബിപ്ലബ് കുമാറിനും വിനോദ് താവ്ഡെയും ദേശീയ ജനറൽ സെക്രട്ടറിമാർ. ദേശീയ ഉപാധ്യക്ഷ സ്ഥാനത്ത് 6 വനിതകളാണ് ഉള്ളത്. BL സന്തോഷ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി തുടരും. മോർച്ച അധ്യക്ഷന്മാരെയും പ്രഖ്യാപിച്ചു. ഡോക്ടർ ഹേമാങ് ജോഷിയാണ് യുവമോർച്ച അധ്യക്ഷൻ. ആദർശ് ആണ് ചേരുന്നത് കൂടുതൽ വിവരങ്ങൾ നൽകുവാനായി. ആദർശ്, എന്തായാലും താരനിര തന്നെയുണ്ട് പട്ടികയിൽ, വിശദമായ വിവരങ്ങൾ. ഹരിശ്രീ, BJP പുതുമുഖങ്ങൾക്കും പരിചയസമ്പന്നർക്കും ഒക്കെ തുല്യമായ പരിഗണന നൽകിക്കൊണ്ടുള്ള ദേശീയ ഭാരവാഹികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് കെ സുരേന്ദ്രൻ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ മറ്റൊരു നേതാവ് അനിൽ ആന്റണി ദേശീയ സെക്രട്ടറി സ്ഥാനത്ത് തുടരുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം BJP വനിതകളെയും അവർക്കും അർഹമായ പരിഗണന നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി അടക്കമുള്ള വനിതാ നേതാക്കൾ അവർ പാർട്ടിയുടെ നിർണായകമായ ദേശീയ ചുമതലയിലേക്ക് എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെയാണ് ഉത്തർപ്രദേശ്, ബീഹാർ, ഒഡീഷ, അങ്ങനെ പാർട്ടിയുടെ കൃത്യമായിട്ട് പാർട്ടിയുടെ സംഘടന അടിത്തറയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് നേതാക്കൾക്ക് അർഹമായ പരിഗണന നൽകുന്നു. ത്രിപുരയിൽ നിന്ന് മുൻ മുഖ്യമന്ത്രി ബിപ്ലബ് കുമാർ ദേവ് പാർട്ടിയുടെ ദേശീയ ഭാരവാഹിത്വത്തിലേക്ക് എത്തുന്നു. അപ്പോൾ BJP ചെറുതും വലുതുമായ സംസ്ഥാനങ്ങൾ, അവിടെയൊക്കെ പാർട്ടിയുടെ പ്രവർത്തനം നടത്തുന്ന നേതാക്കൾക്ക് അർഹമായ പരിഗണന തന്നെയാണ് നൽകുന്നത്. ഒരു സംസ്ഥാനത്തോടും പ്രത്യേക മമതയോ ഒരു സംസ്ഥാനത്തെയും പ്രത്യേകമായി അവഗണിക്കുകയോ ചെയ്യാതെ എല്ലാ സംസ്ഥാനത്തെയും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാക്കൾക്ക് അർഹമായ പരിഗണന നൽകിക്കൊണ്ട് കൃത്യമായിട്ടുള്ള പ്രാദേശിക സാമുദായിക പരിഗണന പാലിച്ചുകൊണ്ടുള്ള നേതൃനിരയെ തന്നെയാണ് BJP പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ BJPയെ നയിക്കുന്നതിനുള്ള ടീം നബീൻ ഇപ്പോൾ BJP പ്രഖ്യാപിച്ചതോടുകൂടി BJP തെരഞ്ഞെടുപ്പുകൾക്ക് ഒരുക്കിക്കഴിഞ്ഞു എന്ന് വ്യക്തമാണ്. ഇനിയിപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ ടീമിൻ്റെ എണ്ണയിട്ട യന്ത്രം പോലുള്ള പ്രവർത്തനം, ആ ഒരു പ്രവർത്തനത്തിലൂടെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയം തന്നെയാണ് BJP ലക്ഷ്യമിടുന്നത്. അത് കേരളത്തിൽ നമ്മൾ നേരത്തെ കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങൾക്കുള്ള ഒരു അംഗീകാരം കൂടിയാണ് കെ സുരേന്ദ്രനെ പാർട്ടിയുടെ ദേശീയ ഭാരവാഹിയാക്കുന്നത്. ഒപ്പം തന്നെയാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശും അടക്കമുള്ള തെരഞ്ഞെടുപ്പുകൾ, ആ തെരഞ്ഞെടുപ്പുകൾക്ക് BJP എത്രമാത്രം പ്രാധാന്യം നൽകുന്നു എന്നുള്ളതും ഈ BJPയുടെ ഭാരവാഹി പട്ടിക പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഒപ്പം തന്നെയാണ് വനിതകൾക്കും യുവാക്കൾക്കും മറ്റ് സാമൂഹിക സംഘടനകളിൽ നിന്നൊക്കെ ഈ പാർട്ടിയിലേക്ക് എത്തുന്ന നേതാക്കൾ, ഒപ്പം തന്നെ മറ്റു പാർട്ടിയിൽ നിന്ന് BJPയുടെ ദയവും നിലപാടും BJPയുടെ നേതൃത്വവും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് BJPയിലെത്തിയ നേതാക്കൾക്ക് നൽകുന്ന പരിഗണന, ഇതെല്ലാം ഈ പട്ടിക പരിശോധിക്കുമ്പോൾ വ്യക്തമാകും. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ടീമിനെ പ്രഖ്യാപിച്ചുകൊണ്ട് BJPയിൽ നിതിൻ നബീൻ അധ്യക്ഷനായപ്പോൾ വന്ന ആ ഒരു തലമുറ മാറ്റം, ആ തലമുറ മാറ്റത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് BJP കൃത്യമായിട്ടുള്ള കണക്ക് കൂട്ടലുകളോടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചതിൽ നിന്ന് വ്യക്തമാകുന്നത്. ആര്യശ്രീ. ആദർശ്, തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ തിരഞ്ഞെടുപ്പിലൂടെ തന്നെയാണ് ഇത് നടത്തിയിരിക്കുന്നത്. എന്തായാലും യുവജന പ്രാതിനിധ്യം ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് അനിൽ ആന്റണി ഉൾപ്പെടെയുള്ളവരുടെ ആ ഒരു നിര നമുക്കതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വനിതാ സംവരണം ഉൾപ്പെടെ യുവജന പ്രാതിനിധ്യം ഉൾപ്പെടെ എല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് കൃത്യമായൊരു ടീമിനെ തന്നെയല്ലേ നബീൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്? ആര്യശ്രീ, കൃത്യമായിട്ട്. കാരണം പാർട്ടിക്ക് വേണ്ടി സമയം ചെലവഴിച്ച് ഈ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന നേതാക്കൾ, അവർ പരിചയസമ്പന്നരായി ഈ പാർട്ടിയുടെ ദേശീയ ഭാരവാഹികളായപ്പോൾ മറ്റൊരു വിഭാഗം നേതാക്കൾ അവർ യുവജനങ്ങളുടെ പ്രതിനിധികളായി ഇടം പിടിച്ചിരിക്കുകയാണ്. അനിൽ ആന്റണി അടക്കമുള്ളവർ, ആര്യശ്രീ ചൂണ്ടിക്കാട്ടിയതുപോലെ അനിൽ ആന്റണി അടക്കമുള്ള നേതാക്കൾ, അവരുടെയൊക്കെ ആ പ്രവർത്തനവും അവരുടെയൊക്കെ സേവനവും ഈ സംഘടനയ്ക്ക് വേണം. ഈ സംഘടനയെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ കണക്കുകൂട്ടലുകളോടെയുള്ള ഒരു രണ്ടാം നിരയുടെ പ്രഖ്യാപനം തന്നെയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. നിതിൻ നബീൻ്റെ നേതൃത്വത്തിൽ ഈ പാർട്ടിയെ ഇനി കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ടീമിനെ തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ ടീമിൽ ശ്രദ്ധേയമായ ഒരു കാര്യമെന്ന് പറയുന്നത് യുവാക്കൾക്ക്, പരിചയസമ്പന്നർക്ക്, വനിതകൾക്ക്, മറ്റ് ഈ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് ഒക്കെ തന്നെ പരിഗണന നൽകിക്കൊണ്ടുള്ള കൃത്യമായിട്ടുള്ള കണക്ക് കൂട്ടലുകളോടുകൂടി പാർട്ടിയിലെ രണ്ടാം നിര നേതാക്കളെ വളർത്തിയെടുക്കുന്നതിനുള്ള
കൃത്യമായ കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു ഭാരവാഹി പട്ടികയുടെ പ്രഖ്യാപനം തന്നെയാണ് BJP നടത്തിയിരിക്കുന്നത്. അത് ഒരു ടീം നിതിൻ നവീൻ എന്ന് പറയുമ്പോൾ നാളെ ഈ പാർട്ടിയെ മുന്നിലേക്ക് നയിക്കാൻ പ്രാപ്തരായ നേതാക്കളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് BJP ദേശീയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആര്യശ്രീ. യെസ്, വ്യക്തമാണ്. BJP ദേശീയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 8 ജനറൽ സെക്രട്ടറിമാർ, 16 ദേശീയ സെക്രട്ടറിമാർ, 13 ഉപാധ്യക്ഷന്മാരും അടങ്ങുന്നതാണ് പട്ടിക. കെ സുരേന്ദ്രൻ ദേശീയ സെക്രട്ടറി, സ്മൃതി ഇറാനിയും വിപ്ലബ് കുമാറിനും വിനോദ് താവ്ഡെയും ദേശീയ ജനറൽ സെക്രട്ടറിമാരായും വന്നു. ദേശീയ ഉപാധ്യക്ഷ സ്ഥാനത്ത് 6 വനിതകളാണുള്ളത്. BL സന്തോഷ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി തുടരും. മോർച്ച അധ്യക്ഷന്മാരെയും പ്രഖ്യാപിച്ചു.